വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. വേണമെങ്കിൽ നടപ്പിലാക്കാമെന്നേ ഉള്ളൂ. cannot be enforced any court. ഒരു സുപ്രീം കോടതിക്ക് പോലും നടപ്പിലാക്കണമെന്ന് ഭരണകൂടത്തോട് നിർബന്ധിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാർഗനിർദ്ദേശക തത്വത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഭരണഘടനക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സമസ്ത സംസാരിക്കുന്നത്. ഇന്ത്യയിലെ സകല ഈ നീതിബോധത്തിൽ ചിന്തിക്കുന്ന അള്ളാഹുവിന്റെ ശരീഅത്താണ് വലുത്, അല്ലാതെ അങ്ങാടിയിലെ പഴവും കട്ടൻ ചായയുമല്ല എന്ന് മനസ്സിലാക്കുന്ന സകല മുസ്ലിം സംഘടനകളും ഒന്നിച്ചു നിന്നില്ലേ? സമസ്ത അതിന് തയ്യാറായില്ലേ? ഷാബാനൂബികൾ കേസിന്റെ പേരിൽ സമസ്തയിൽ നിന്ന് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായതുപോലും എന്തിന്റെ പേരില? മത്തഉൽ മഅറൂഫ് എന്ന് പറയുന്ന ഖുർആനിന്റെ വചനത്തെ അന്നത്തെ സുപ്രീം കോടതി ജഡ്ജി വ്യാഖ്യാനിച്ചു. അവൾക്ക് ജീവനാംശം കൊടുക്കണമെന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സന്തോഷകരമായ ഒരു സമ്മാനം നൽകണമെന്ന് പറഞ്ഞതിന് ജീവനാംശം നൽകണമെന്ന് വാദിച്ചപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകള് ശരീഅത്തിനെ വിശദീകരിക്കേണ്ടത് കോടതിയല്ല, അത് ഖുർആൻ പഠിച്ച ശരീഅത്ത് പഠിച്ചവരാണെന്ന് പറഞ്ഞില്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്നേ വരെയുള്ള ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ പകല് പിന്നിട്ട് പാതിരാത്രിയിലേക്ക് നീണ്ടുപോയ നിയമനിർമ്മാണ സഭയുടെ കൂലങ്കുശമായ ചിന്തക്കൊടുവിൽ രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചില്ലേ? ഇന്ത്യയുടെ ശരീഅത്തിന് തൊട്ട് കളിക്കില്ലെന്ന്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ ബനാത്തുവാല സാഹിബ് GM ബനാത്തുവാല പാർലമെന്റിന്റെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പ്രസംഗിച്ചില്ലേ സഹോദരങ്ങളെ? മഹാനായ ശംസുൽ ഉലമാ അഹ്ലുസ് സുന്ന വൽ ജമാഅ അവസാന ശ്വാസം വരെ ജീവിതത്തിൽ നെഞ്ചേറ്റിയ മഹാനായ സയ്യിദ് അലി മിയാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി പേഴ്സണൽ ബോർഡിന്റെ നേതാവിനെ മുതലക്കുളം മൈതാനിയിൽ അഹ്ലുസ് സുന്ന വൽ ജമാഅയുമായി അഭിപ്രായ വ്യത്യാസമുള്ള അവാന്തര സംഘടനകളുടെ ആളുകൾ ഒരുമിച്ചിരുത്തി. കാരണം ഇത് ശരീഅത്തിനെ നിലനിർത്താൻ, ഇതെവിടെ കൈ കെട്ടണമെന്നല്ല, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന വേണോ വേണ്ടത് എന്നല്ല, അത് വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് എഴുന്നേറ്റ് പോകാം, മൗലൂദ് ഓതുന്നവർക്ക് ഓതാം, അതിനവർക്ക് തെളിവുണ്ട്, അല്ലാത്തവർക്ക് പോകാം. പക്ഷേ അള്ളാന്റെ ശരീഅത്തിന്റെ സിവിൽ നിയമങ്ങൾക്കെതിരെ വന്നാൽ അവിടെ ഒരാൾ മാത്രമല്ല, ശരീഅത്തുൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന മുഴുവൻ ആളും ഉണ്ടാകുമെന്നതിന്റെ പേരിലാണ് മുതലക്കളം മൈതാനിയിൽ മഹാനായ ശംസുൽ ഉലമാ വേദി പങ്കിട്ടത്. ചരിത്രത്തിന്റെ കാവ്യനീതി പോലെ, പുരാവർത്തനം പോലെ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് അലകടലിന്റെ തിരമാല പോലെ ആർപ്പലച്ചു വന്നു ഒരൊറ്റ വിളിയാളം കൊണ്ട് അള്ളാന്റെ ശരീഅത്ത് എത്രമേൽ പ്രധാനമാണെന്ന് വിശ്വസിക്കുന്ന സമസ്തയുടെ നായകന്മാർ ഇനിയും അനിവാര്യമാണെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ അവാന്തര വിഭാഗങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങാൻ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമാ തയ്യാറാണ്. ഇവിടെ സലഫിസത്തെ കുറിച്ച്, അതിന്റെ ദുരന്തത്തെ കുറിച്ച് ഹമീദ് ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്. അത് ശരിയാ, അത് ആദർശമാ, അതാരുടെ മുന്നിൽ ഞങ്ങൾ അടിയറവക്കില്ല. അത് സൗദി അറേബ്യയിൽ പോയ വേറെ സുന്നത്ത് ജമാഅത്ത്, പിരിവിന് പോയ വേറെ സുന്നത്ത് ജമാഅത്ത്, അബ്ദുറഹ്മാൻ സുറൈസിയുടെ മുന്നിലിരിക്കുമ്പോ വേറെ സുന്നത്ത് ജമാഅത്തില്ല. ആദർശബോധത്തിന്റെ അപരനായക ശബ്ദം ഇവിടെ നിങ്ങൾ കേൾക്കും. പക്ഷേ സലഫിസത്തിന്റെ തെറ്റായ ധാരണകളെ ഞങ്ങൾ പൊളിച്ചെഴുതുമ്പോഴും അള്ളാന്റെ ശരീഅത്തിനെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ഒന്നിച്ചു നിൽക്കാനുള്ള മാനവിക ബോധമുള്ള ഒരു ചിന്ത ശംസുൽ ഉലമാ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് മുസ്ലിങ്ങളോട് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദര സമുദായങ്ങളോട് പറയുന്നു, ഇന്ത്യയുടെ ഭരണഘടനയെ ഞങ്ങൾ ഒരു കാലത്തും വെല്ലുവിളിച്ചിട്ടില്ല. ഭരണഘടന ഉള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന് ഇന്ത്യ ചിരപുരാതന കാലമായി അനുഷ്ഠിച്ചു വന്ന, ആചരിച്ചു വന്ന വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതെ, ഒരൊറ്റ കാര്യം പറയട്ടെ, തൊപ്പിവെച്ച താടിവെച്ച മൗലാന മുഹമ്മദ് അലി ബീഗം ആബിദ മുംബൈയിലെ തുറമുഖത്ത് നിന്ന് കപ്പൽ കയറുമ്പോ മോനോട് പറഞ്ഞു, മകനെ താടി നീ വടിക്കരുത് കേട്ടോ, നീ പോകുന്നത് ഓക്സ്ഫോർഡിലേക്കാണ്, യൂറോപ്പിലേക്ക് പോവുക, താടി അള്ളാന്റെ ശരീഅത്തിന്റെ അടയാളമാണ്, നീ വടിക്കരുത് കേട്ടോ. അത് ചില മലപ്പുറം ജില്ലയിലെ മുസ്ലിം മന്ത്രിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ബീഗം ആബിദക്ക് മനസ്സിലായി, നീ ആ താടിയും തൊപ്പിയും മാറ്റിവെക്കല്ലേ. ഓക്സ്ഫോർഡിൽ അദ്ദേഹം പഠിച്ചു. 3.5 മണി നേരത്ത്
പുലർച്ചയ്ക്ക് എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് സുഹൃത്ത് എഴുതി വെക്കുമാർ മാത്രം അള്ളാന്റെ ദീനിനെ പകർത്തിയ മനുഷ്യൻ. 4.5 കൊല്ലക്കാരൻ ഓക്സ്ഫോർഡിലെ ലോ അക്കാദമിയിൽ ബാരിസ്റ്റർ ബിരുദത്തിന് വേണ്ടി പഠിച്ചു. ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമ്പോ ഗാന്ധിജി അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരനായകന്മാർ ബ്രിട്ടീഷുകാർ ജയിലിൽ ഇട്ടപ്പോൾ വാദിച്ചു ജയിക്കാൻ നരേന്ദ്രമോദി ജനിച്ചിട്ടില്ലാത്ത കാലത്ത് ആംഗലേയ ഭാഷയുടെ അലകടൽ പോലെ സംസാരിച്ച് ഗാന്ധിജി അടക്കമുള്ള 40 ആളുകളെ പുറത്തിറക്കിയത് അള്ളാന്റെ ശരീഅത്ത് ജീവിതത്തിൽ പകർത്തിയ ബീഗം ആബിദ പ്രസവിച്ച ഇന്ത്യയുടെ ധീരനായ മുസ്ലിമ മഹാനായ മൗലാന മുഹമ്മദ് അലിയ. ആ മുഹമ്മദ് അലിയെയാണ് റൗണ്ട് ടേബിൾ സമ്മേളനത്തിലേക്ക് അതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞയക്കുന്നത്. കുർത്തി തൊപ്പി വെച്ച, നീണ്ട താടി വെച്ച, ഖുർആൻ ഹാഫിളാക്കിയ മൗലാന മുഹമ്മദ് അലി ജീവിതത്തിൽ ഇസ്ലാം പകർത്തിയതുകൊണ്ട് ഹിന്ദുവിനന്ന് കുഴപ്പമുണ്ടായില്ല, അമുസ്ലിമിനന്ന് കുഴപ്പമുണ്ടായില്ല, ശരീഅത്ത് ആർക്കും പ്രശ്നമായില്ല. റൗണ്ട് ടേബിൾ സമ്മേളനത്തിലേക്ക് പോയി. ജോർജ് രണ്ടാമന്റെ മുമ്പിൽ നിന്നു 42 ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crore ഇന്ത്യൻ, 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ. 32 മിനിറ്റ് എനിക്ക് സംസാരിക്കണം. ജോർജ് രണ്ടാമൻ പറഞ്ഞു പറ്റില്ല, 5 മിനിറ്റ് സംസാരിക്കാം. വാദിച്ചു ജയിച്ചു. 10 മിനിറ്റ് കൊടുത്തു. അദ്ദേഹം വാദിച്ചു. ആംഗലേയ ഭാഷ അനസ്യൂത പ്രവാഹം പോലെ ഒഴുകി. എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നതിന്റെ ഇടയിൽ തന്റെ ദീൻ അദ്ദേഹം പരാമർശിച്ചു. മൈ ബിലോവ്ഡ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നബി പറഞ്ഞു എന്നൊരു ഉദ്ധരണി പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപൻ ജോർജ് രണ്ടാമൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മിസ്റ്റർ മുഹമ്മദ് അലി, നീ ഇവിടെ പറയരുത്, നിന്റെ നബി ഇവിടെ പറയരുത്, നിർത്തവിടെ. അത് പറയുമ്പോ അള്ളാന്റെ ശരീഅത്തില്ലാത്ത ഒരാൾ എന്താ പറയാ? ഓക്കെ സോറി എന്ന് പറഞ്ഞു മാറി നിൽക്കില്ലേ? കെട്ടി ജലീലെതിരെ ഒരു വാക്ക് പറയാൻ അവർ തയ്യാറായോ? പക്ഷം നിൽക്കുന്നവർ തയ്യാറായോ? ഇവര് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തലാഖ് നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു വാക്ക് പറയാൻ തയ്യാറായോ? ഉള്ളൂർക്കര സഖാവിന് ഒരു വാക്ക് പറയാൻ തയ്യാറായോ? ഓശാന പാടിയപ്പോ മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? മിസ്റ്റർ ജോർജ്. അതുവരെ ഹോണറബിൾ ജോർജ് എന്ന് പറഞ്ഞയാൾ ഇപ്പൊ പറഞ്ഞു മിസ്റ്റർ ജോർജ്. നീ ഇപ്പൊ പറഞ്ഞത് if you ask about my prophet sallallahu alaihi wasallam, നീ എന്റെ നബിയെ കുറിച്ചാണോ ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞത്? ആണോ? എങ്കിൽ I say firstly I am a Muslim, secondly I am a Muslim and finally I am a Muslim. ഒന്നാമതും രണ്ടാമതും ഞാനും മൂന്നാമതും ഞാനും മുസ്ലിമാണ്. If you ask about my nation, എന്റെ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നു I say firstly I am a Muslim, secondly I am a Muslim and finally I am a Muslim. Firstly I am Indian, secondly I am Indian, finally I am Indian. ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഇന്ത്യക്കാരനാണോ? ഇന്ത്യക്കാരനായി അഭിമാനത്തോടെ പറയുമ്പോൾ അള്ളാന്റെ ശരീഅത്ത് മുറുകെ പിടിച്ച മൗലാന മുഹമ്മദ് അലിയുടെ പിൻഗാമികളാ ഞങ്ങള്. മൗലാന മുഹമ്മദ് അലിയുടെ പിൻഗാമികളാ. രക്തം വൊമിറ്റ് ചെയ്തു. അർബുദ രോഗിയായിരുന്നു അദ്ദേഹം. മരണത്തിന്റെ തലേനാൾ അദ്ദേഹം വസിയത്ത് എഴുതി വെച്ചു, എനിക്ക് ഇന്ത്യയിലേക്ക് ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസ കൊണ്ടുപോകരുത്. ബീഗം ആബിദ എന്ന എന്റെ ഉമ്മ സ്വപ്നം കണ്ടത് തീരുള്ള ഇന്ത്യക്കാരനായി എന്നെ വളരാനാ. എന്റെ ഗാന്ധിജി എന്നെ പറഞ്ഞയച്ചത് എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി വരാനാ. എനിക്ക് ലജ്ജ തോന്നുന്നു മയ്യത്തായിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങാൻ. അതുകൊണ്ട് മരിച്ചാൽ എന്റെ ജനാസ നിരവധി പേര് പോരാട്ടങ്ങളുടെ ചരിത്ര കഥ എഴുതിച്ച അതെ ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ എന്നെ മറവ് ചെയ്യണമെന്ന് വസിയത്ത് എഴുതി വെച്ച ധീരദേശാഭിമാനിയായ ഇന്ത്യൻ മുസൽമാന്റെ പിൻഗാമികളാണ് ഞങ്ങള്. ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അവിടെ ഒരു മഖ്ബറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതെ മുജാഹിദുൽ ഹിന്ദ്, ദ സോൾജർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനി. അതുകൊണ്ട്